പുലരിക്കായി മാറി മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈസ്റ്റർ ദിനത്തിലെ ഈ സുപ്രഭാതത്തിൽ ഗുഡ്നസ് ടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഞാൻ ഈസ്റ്ററിന്റെ ആശംസകൾ, ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു. 2000ഓളം വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലമിൽ നടന്ന ആഴ്ചയുടെ ആദ്യത്തെ ദിനത്തിലെ ആ പ്രഭാതത്തിലേക്ക് നിങ്ങളെ ഞാൻ പ്രാർത്ഥനാപൂർവം ക്ഷണിക്കുകയാണ്. യഹൂദന്മാർ പീലാത്തോസിന്റെ കൽപ്പന പ്രകാരം മരണത്തിന് വിധിച്ച, കുരിശുമരണത്തിലൂടെ വധിച്ച, കല്ലറയിൽ അടക്കിയ, പട്ടാളക്കാർ മുദ്രവെച്ച് മൂടിയ ആ കല്ലറ തുറക്കപ്പെട്ട് ഉത്ഥിതനായ യേശുവിന്റെ ആ വലിയ പ്രതീക്ഷയുടെ തിരുനാളിലേക്കാണ് ഏവർക്കും സ്വാഗതമേകുന്നത്. ആ പ്രഭാതത്തിലുണ്ടായ സംഭവങ്ങൾ പ്രാർത്ഥനാപൂർവം നമുക്ക് ധ്യാനിക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 28-ാമത്തെ അധ്യായത്തിൽ, മാർക്കോസിന്റെയും ലൂക്കായുടെയും സുവിശേഷങ്ങൾ അവസാനത്തെ അധ്യായങ്ങളിൽ, യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാമത്തെ അധ്യായത്തിൽ ആ കല്ലറ കാണാൻ പോയ ഒരുപാട് പേരെ കാണാം. പ്രധാനമായിട്ടും മഗ്ദലന മറിയം, ഏതാനും സ്ത്രീകൾ, പത്രോസിന്റെ നേതൃത്വത്തിൽ ഏതാനും ശിഷ്യന്മാർ. ആ ശിഷ്യന്മാരോട് ചേർന്ന്, സ്ത്രീകളോട് ചേർന്ന് നമുക്ക് കല്ലറയിലേക്ക് പോകാം. അവിടെ കല്ലറ ശൂന്യമായിരിക്കും. യേശുവിനെ പുതപ്പിച്ച, മൂടിയ ആ തിരുക്കച്ചയും തലയിൽ ധരിച്ച വസ്ത്രവും അവിടെയുണ്ട്. കല്ലറയുടെ രണ്ട് ഭാഗത്ത് മാലാഖമാർ ഇരുന്ന് പറയുന്നു, അവിടുന്ന് അരുൾ ചെയ്തതുപോലെ ഉയർത്തെഴുന്നേറ്റു. ഈ സന്ദേശം കേൾക്കുമ്പോൾ യഥാർത്ഥ സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, പ്രതീക്ഷയുടെ തിരുനാളായ ഉയർപ്പ് തിരുനാളിന്റെ അർത്ഥം മനസ്സിലാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, ഉയർപ്പ് ഞായറാഴ്ചയുടെ ആ പ്രഭാതത്തിൽ ശിഷ്യന്മാർ എങ്ങനെ യേശുവിന്റെ കല്ലറയെ, യേശുവിന്റെ മരണത്തെ, ഖബറടക്കത്തെ, ഉത്ഥാനത്തെ മനസ്സിലാക്കിയോ, ആ പശ്ചാത്തലത്തിൽ യേശുവിനെ ഒരു പുതിയ ജീവിതത്തിലൂടെ മനസ്സിലാക്കാൻ, യേശു ആഗ്രഹിക്കുന്ന രീതിയിൽ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൃപയേകണമേ. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ മനോഭാവമാണ് പലപ്പോഴും ഞങ്ങളുടെ ജീവിതത്തിലും ഉണ്ടാകുന്നത്. പക്ഷേ എമ്മാവൂസ് ശിഷ്യന്മാരുടെ കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ച് ഉത്ഥാനത്തിന്റെ ശരിയായ അർത്ഥം യേശു അവരെ മനസ്സിലാക്കി കൊടുത്തു. കർത്താവായ ദൈവമേ, നിന്റെ ആത്മാവിനെ അയച്ച് ഉത്ഥാനത്തിന്റെ രഹസ്യം, വിശ്വാസ സത്യം വേണ്ട തരത്തിൽ മനസ്സിലാക്കുവാനുള്ള കൃപാവരം ഈ സുപ്രഭാതത്തിൽ
ഈസ്റ്റർ ദിനത്തിൽ ഞങ്ങൾക്ക് നൽകണമേ. വൃക്ഷലതാദികൾ കുളിർക്കാറ്റിൽ കുളിർമ കൊള്ളുന്ന പോൽ ദൈവമേ നിൻ ആർദ്രമാമനുകമ്പയാൽ നിൻ ജനം കുളിർന്നീടട്ടെ. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്ക അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 24 അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ. ആ ദിവസം തന്നെ അവര് രണ്ടുപേർ ജെറൂസലമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മൌസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്തുകൊണ്ട് പോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. എന്നാൽ അവനെ തിരിച്ചറിയുവാൻ കഴിയാത്ത വിധം അവരുടെ കണ്ണുകൾ മൂടപ്പെട്ടിരുന്നു. അവൻ അവരോട് ചോദിച്ചു, എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അവർ മ്ലാനവതരായിരുന്നു. അവരിൽ ക്ലെയോഫാസ് എന്നു പേരായവൻ അവനോട് ചോദിച്ചു, ഈ ദിവസങ്ങളിൽ ജെറൂസലമിൽ നടന്ന സംഭവമൊന്നും അറിയാത്ത അപരിചിതനാണോ നീ? അവൻ ചോദിച്ചു, ഏതു കാര്യങ്ങൾ? അവർ പറഞ്ഞു, നസ്രായനായ യേശുവിനെ കുറിച്ച് തന്നെ. അവൻ ദൈവത്തിന്റെയും മനുഷ്യരുടെയും മുമ്പിൽ വാക്കിലും പ്രവൃത്തിയിലും ശക്തനായ പ്രവാചകനായിരുന്നു. ഞങ്ങളുടെ മുഖ്യ പുരോഹിത പ്രമുഖന്മാരും നേതാക്കളും അവനെ മരണവിധിച്ച് ഏൽപ്പിച്ചു കൊടുക്കുകയും ക്രൂശിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ മോചിപ്പിക്കുവാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചില സ്ത്രീകൾ ഞങ്ങളെ വിസ്മയിപ്പിച്ചു. ഇന്ന് രാവിലെ അവർ കല്ലറയെങ്കിൽ പോയിരുന്നു. അവന്റെ ശരീരം അവർ അവിടെ കണ്ടില്ല. അവർ തിരിച്ചു വന്ന് തങ്ങൾക്ക് ദൂതന്മാരുടെ ദർശനമുണ്ടായെന്നും അവൻ ജീവിച്ചിരിക്കുന്നു എന്നും അറിയിച്ചുവെന്നും പറഞ്ഞു. ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നവരിൽ ചിലരും കല്ലറയെങ്കിലേക്ക് പോയി. സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു. എന്നാൽ അവനെ അവർ കണ്ടില്ല. അപ്പോൾ അവൻ അവരോട് പറഞ്ഞു, ഭോഷന്മാരെ, പ്രവാചകന്മാർ പറഞ്ഞിട്ടുള്ളത് വിശ്വസിക്കുവാൻ കഴിയാത്ത വിധം ഹൃദയം മന്ദീഭവിച്ചവരെ, ക്രിസ്തു ഇതെല്ലാം സഹിച്ച് മഹത്വത്തിലേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ? മോശ തുടങ്ങിയ എല്ലാ പ്രവാചകന്മാരും വിശുദ്ധ ലിഖിതങ്ങളിൽ തന്നെപ്പറ്റി എഴുതിയിരിക്കുന്നതെല്ലാം അവൻ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടടുത്തു. അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് ഭാവിച്ചു. അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങളോട് കൂടെ താമസിക്കുക, നേരം വൈകുന്നു, പകൽ അസ്തമിക്കാറായി. അവൻ അവരോടുകൂടെ താമസിക്കുവാൻ കയറി. അവരോടൊപ്പം ഭക്ഷണത്തിനിരുന്നപ്പോൾ അവൻ അപ്പമെടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ അവരുടെ കണ്ണ് തുറക്കപ്പെട്ടു. അവർ അവനെ തിരിച്ചറിഞ്ഞു. പക്ഷേ അവൻ അവരുടെ മുമ്പിൽ നിന്ന് അപ്രത്യക്ഷനായി. അവർ പരസ്പരം പറഞ്ഞു, വഴിയിൽ വെച്ച് അവൻ വിശുദ്ധ ലിഖിതം വിശദീകരിച്ചുകൊണ്ട് നമ്മോട് സംസാരിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചിരുന്നില്ലേ? അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറൂസലമിലേക്ക് തിരിച്ചുപോയി. അവിടെ കൂടിയിരുന്ന 11 പേരെയും അവരോടൊപ്പം ഉണ്ടായിരുന്നവരെയും കണ്ടു. കർത്താവ് സത്യമായും ഉയർത്തെഴുന്നേറ്റു, ശിമയോന് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് സംഭവിച്ചതും അപ്പം മുറിക്കുമ്പോൾ തങ്ങൾ അവനെ തിരിച്ചറിഞ്ഞതും അവരും വിവരിച്ചു. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രതീക്ഷ നഷ്ടപ്പെട്ട
മ്ലാനവതരായ ജെറൂസലം എന്ന് പറയുന്ന ഉയർന്ന മലയിൽ നിന്ന് സ്വന്തം ഇഷ്ടമനുസരിച്ച് സ്വാർത്ഥതയുടെ തങ്ങളുടേതായ കൂടാരങ്ങളിലേക്ക് എമ്മാവൂസ് എന്ന താഴ്വരയിലെ കൊച്ചു ഗ്രാമത്തിലേക്ക് ഇറങ്ങിപ്പോകുന്ന 60 സ്ഥാദിയോൺ അകലെയുള്ള പ്രദേശത്തേക്ക് പോകുന്ന എമ്മാവൂസ് ശിഷ്യന്മാരെയാണ് ലൂക്കായുടെ സുവിശേഷത്തിലെ 24 അധ്യായത്തിൽ നാം കണ്ടത്. ഈ ശിഷ്യന്മാരുടെ മനോഭാവം ഇന്ന് നമ്മുടെ ഓരോരുത്തരുടെയും മനോഭാവം തന്നെയാണ്. അവർക്കുണ്ടായിരുന്ന നിരാശ, വേദന, സത്യം മനസ്സിലാക്കാത്തതിന്റെ വിഷമം, ഇത് പലപ്പോഴും എനിക്കും നിങ്ങൾക്കുമുണ്ട്. പ്രത്യേകിച്ചും ഈ അടുത്ത കാലത്തുണ്ടായ പല സംഭവ വികാസങ്ങളും നമ്മെ വളരെയേറെ വേദനിപ്പിക്കുന്നു. ദൈവവിശ്വാസത്തിന്റെ അർത്ഥം മനസ്സിലാകുന്നില്ല. ക്രിസ്തു ദൈവമാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഇന്ന് വർഗീയത വളരുന്നു, നിരീശ്വരത്വം വളരുന്നു, സഭ വേണ്ടെന്ന് പറയുന്നു, വൈദികരെ സന്യസ്തരെ തള്ളിപ്പറയുന്നു, കുടുംബം എന്ന് പറയുന്ന ശാശ്വതമായിട്ടുള്ള ഗാർഹിക സഭ പോലും വേണ്ടെന്ന് പറയുന്നു. ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെടുന്നു. ഈ അടുത്ത കാലത്ത് സിറിയയിൽ, ഇറാഖിൽ ഒരുപാട് ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടു. ലിബിയയിൽ വെച്ച് 21 ഈജിപ്ഷ്യൻ കോപ്റ്റിക് ക്രിസ്ത്യാനികളെ തലയറുത്തു കൊന്ന ദാരുണമായ ചിത്രങ്ങൾ നമ്മൾ പലരും കണ്ടതാണ്. നമ്മുടെ ഭാരതത്തിൽ തന്നെ ക്രൈസ്തവർക്ക് വിവേചനങ്ങൾ, പ്രതിസന്ധികളുണ്ട്. പല പള്ളികളും തകർക്കപ്പെട്ടു. ബംഗാളിലെ റാണിഘട്ടിൽ ഒരു പ്രായമായ 71 വയസ്സുള്ള വൃദ്ധയെപ്പോലെയുള്ള ഒരു കന്യാസ്ത്രീയെ പീഡിപ്പിച്ചു, മാനഭംഗപ്പെടുത്തി. അവിടെ അൾത്താരയിൽ നിന്ന് പരിശുദ്ധ കുർബാന എറിഞ്ഞു കളഞ്ഞു. ഒരുപാട് യുദ്ധങ്ങളുടെ പശ്ചാത്തലം, സമരങ്ങളുടെ, പ്രകൃതിക്ഷോഭങ്ങളുടെ, പ്രശ്നങ്ങളുടെ, പ്രതിസന്ധികളുടെ, മദ്യപാനവും മയക്കുമരുന്നും കൊണ്ട് പുതിയ തലമുറ തളരുന്നതിന്റെ ഒക്കെ ഒത്തിരി ഭയങ്ങൾ, ആശങ്കകൾ. നമ്മൾ ചോദിച്ചു പോകുന്നു, എന്തുകൊണ്ട് കുരിശ്? എന്തുകൊണ്ട് ഈ വേദന? ആ എമ്മാവൂസ് ശിഷ്യന്മാരെ പോലെ നമ്മളും പലരും പ്രതീക്ഷിച്ചു. ലോകത്തിൽ സമാധാനമുണ്ടാകണം, നല്ല നല്ല നിയമങ്ങൾ നമുക്കുണ്ട്. ഭാരതത്തിലാണെങ്കിൽ നല്ല അതിമനോഹരമായ ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. ആ യഹൂദന്മാർക്ക് വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ച് വലിയ ദർശനമുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ചിന്തകൾ ആകെ മാറിപ്പോയി. എമ്മാവൂസ് ശിഷ്യന്മാർ വിചാരിച്ചു, ഈ യേശുവാണ് യഥാർത്ഥ രക്ഷകൻ. അവൻ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, മരിച്ചവരെ ഉയർപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി, പിശാചുക്കളെ ബഹിഷ്കരിച്ചു, 5 അപ്പം കൊണ്ട് 5000 പേരെ തീറ്റിപ്പോറ്റി. സത്യത്തിൽ അവനാണ് യഥാർത്ഥ രക്ഷകൻ. പക്ഷേ അവരുടെ എല്ലാ പ്രതീക്ഷകളും തകർന്നുപോയി. അവർ പ്രതീക്ഷിച്ച ഒരു രക്ഷകനല്ല ക്രിസ്തു. അവർ പ്രതീക്ഷിച്ചത് യഹൂദന്മാരെ രക്ഷിക്കുന്ന ഒരു രാഷ്ട്രീയ രാജാവിനെയാണ്. പക്ഷേ എന്റെ രാജ്യം ഐഹികമല്ല എന്ന് പറഞ്ഞ്, എന്റെ പിതാവിന്റെ ഹിതം നിറവേറട്ടെ എന്നത് പറഞ്ഞ്, അവിടുത്തെ ഇഷ്ടം നിറവേറ്റലാണ് എന്റെ ഭക്ഷണം എന്ന് പറഞ്ഞ്, എനിക്ക് ജെറൂസലത്ത് പോയി പീഡകൾ സഹിക്കണം, മരിക്കണം, ഉത്ഥാനം ചെയ്യണമെന്ന് 3 പ്രാവശ്യം പ്രവചിച്ച് യേശു പീഡകൾക്ക് തന്നെ വിട്ടുകൊടുക്കുകയാണ്. യേശു മരിക്കുക, അതും ഏറ്റവും വലിയ പാപിയെ പോലെ നിർകൃഷ്ടനായി 2 കള്ളന്മാരുടെ മധ്യേ കുരിശിൽ തൂങ്ങി മരിക്കുന്നു. തന്റെ സ്വന്തപ്പെട്ടവരെല്ലാവരും ഓടി ഒളിക്കുന്നു. യേശുവിനെ മറ്റൊരാളുടെ കല്ലറയിൽ കബറടക്കുന്നു. ശിഷ്യന്മാരുടെ എല്ലാ പ്രതീക്ഷകളും പോയി, എല്ലാ വിശ്വാസവും പോയി. ആ വിശ്വാസം നഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ് അന്ന് രാവിലെ ആ ഈസ്റ്റർ ദിനത്തിലെ പ്രഭാതത്തിൽ ചില സ്ത്രീകള് യേശുവിനെ കണ്ടു ഉയർത്തെഴുന്നേറ്റെന്ന് പറഞ്ഞത് അവർക്ക് മനസ്സിലായില്ല.
ശിഷ്യന്മാരും ചിലർ കണ്ടെന്ന് പറഞ്ഞു, അവർക്ക് മനസ്സിലായില്ല. ഇന്ന് പലതിന്റെയും അർത്ഥം മനസ്സിലാകാത്ത ആ എമ്മാവ് ശിഷ്യന്മാരെ പോലെ തന്നെയാണ് ഈ ആധുനിക കാലഘട്ടത്തിൽ ഞാനും നിങ്ങളും. വിശ്വാസം മനസ്സിലാവണില്ല, യേശുവിനെ കുറിച്ച് അറിയുന്നില്ല, എല്ലാത്തെക്കുറിച്ചും സംശയങ്ങൾ, എന്തിനാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. യേശു എമ്മാവ് ശിഷ്യന്മാരെങ്ങനെ നോക്കിക്കണ്ടു, നമ്മെ ഇന്ന് എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഐസിയാസ് പ്രവാചകൻ പഴയ നിയമത്തിൽ ഇപ്രകാരം പറഞ്ഞു, വരാനിരിക്കുന്ന രക്ഷകനെ കുറിച്ചുള്ള പ്രവചനത്തിൽ അതുതന്നെ, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ദൈവമാണ് നമ്മുടേത്. തന്റെ ഏകജാതന നൽകാൻ തക്കവിധം അത്രമാത്രം ദൈവം ലോകത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ യേശു യോഹന്നാൻ 3:16 വായിക്കുന്നത് പോലെ ഇത് ദൈവസ്നേഹത്തിന്റെ കാര്യങ്ങളാണ് നടന്നതെന്ന് ശിഷ്യന്മാരോട് കൂടെ നടന്ന് വ്യാഖ്യാനിക്കാൻ യേശു കൂടെ വരുന്നു. എമ്മാവ് ശിഷ്യന്മാരുടെ കൂടെ, നിരാശരായ ആ ശിഷ്യരുടെ കൂടെ നടന്ന യേശു ഇന്ന് നമ്മോട് കൂടെ നടക്കുന്നുണ്ട് എന്ന സത്യമാണ് ഈസ്റ്റർ പ്രഭാതത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. രാത്രി ആകാറായപ്പോൾ യേശു തുടർന്നു പോകുന്നത്, അകന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നി. യേശുവിന് 12 വയസ്സുണ്ടായപ്പോൾ ദേവാലയത്തിൽ വെച്ച് പരിശുദ്ധ കന്യകാമറിയത്തിന്, യൗസേപ്പ് പിതാവിന് ഈ ഒരു അനുഭവം, യേശുവിന് നഷ്ടപ്പെട്ട അനുഭവം ഉണ്ടായി. നമ്മുടെ ഈ ജീവിതത്തിൽ ചിലപ്പോഴൊക്കെ യേശു അകന്നു പോകുന്ന, ദൈവം എവിടെയെന്ന് ചോദിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ഈ അനുഭവത്തിൽ എമ്മാവ് ശിഷ്യന്മാർ ചോദിച്ച അതേ ചോദ്യം നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള കുരിശുകൾ ഉണ്ടാകുമ്പോൾ ചോദിക്കാൻ തന്നെയാണ് യേശു നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, അഭ്യർത്ഥിക്കുന്നത്. ആ എമ്മാവ് ശിഷ്യന്മാർ പറഞ്ഞു, നാഥ കൂടെ വസിക്കണമേ. യേശു, ദൈവം കൂടെ വസിക്കാനുള്ള പ്രാർത്ഥന നമുക്കുണ്ടാകണം. വേദനയുടെ മൂർധന്യത്തിൽ പിതാവായി ദൈവത്തോട് യേശു പ്രാർത്ഥിച്ചു, പിതാവെ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് അകന്നു പോകട്ടെ, എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് യേശുവിനെ പോലെ നമ്മളും പ്രാർത്ഥിക്കുമ്പോൾ യേശു കൂടെ വരും. അതുകൊണ്ട് എമ്മാവ് ശിഷ്യന്മാരുടെ അനുഭവം നമുക്ക് നൽകുന്ന പാഠം വീണ്ടും പ്രാർത്ഥിക്കാനുള്ളതാണ്, ദൈവത്തിൽ ആശ്രയിക്കാനുള്ളതാണ്. യേശു അവരുടെ കൂടെ വസിച്ചു. അന്ന് ഭക്ഷണത്തിരുന്നപ്പോൾ യേശു അപ്പമെടുത്ത് മുറിച്ച് അവർക്ക് കൊടുത്തു. അപ്പോൾ നാം വായിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. ആശീർവദിച്ച് മുറിച്ച് അവർക്ക് കൊടുത്തപ്പോൾ, 1, അപ്പോൾ അവരുടെ കണ്ണു തുറക്കപ്പെട്ടു. 2, അവർ അവനെ തിരിച്ചറിഞ്ഞു. 3, അവൻ അവരുടെ ഇടയിൽ നിന്ന് അപ്രത്യക്ഷനായി. 3 കാര്യങ്ങൾ. കണ്ണു തുറന്നു, തിരിച്ചറിഞ്ഞു, പക്ഷേ അപ്രത്യക്ഷനായി. ഇത് വിശ്വാസത്തിന്റെ രഹസ്യങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ്. യേശു മനുഷ്യരൂപത്തിൽ കൂടെ നടന്നിട്ടും, അവർക്ക് പകൽ മുഴുവൻ നടന്നിട്ടും ആ ശിഷ്യന്മാർക്ക് യേശുവിനെ ശരിക്കും കാണാനുള്ള കാഴ്ചയുണ്ടായില്ല. എന്നാൽ യേശു അപ്പമെടുത്ത് മുറിച്ചു കൊടുത്തപ്പോൾ അവരുടെ ഉൾക്കാഴ്ച വിശ്വാസത്തിന്റെ കാഴ്ചയുണ്ടായി. ഇതായിരിക്കണം നമ്മുടെ പ്രാർത്ഥന. കർത്താവെ, ശിഷ്യന്മാരെ പോലെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്നുള്ള പ്രാർത്ഥന, ഉൾക്കാഴ്ച നൽകണമേ എന്നുള്ള പ്രാർത്ഥന. രണ്ടാമത്, യേശു ആ കൂദാശകൾ പരികർമ്മം ചെയ്തപ്പോൾ, കുർബാന അർപ്പിച്ചപ്പോൾ യേശുവിനെ തിരിച്ചറിഞ്ഞു. പക്ഷേ 3-ാമത്തെ കാര്യം എന്താണ്? യേശു മനുഷ്യരൂപത്തിൽ അവിടെയില്ല, അപ്രത്യക്ഷനായി. അവിടെ പിന്നെ ബാക്കി എന്താ? അപ്പത്തിന്റെ രൂപത്തിലുള്ള യേശു. പക്ഷെ അവർ അവനെ തിരിച്ചറിഞ്ഞു. ഈ അപ്പത്തിൽ യേശു ഉണ്ട് എന്ന് അവർ തിരിച്ചറിഞ്ഞു. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് കൂദാശകളിലൂടെ യേശു ഇന്നും തന്റെ പീഡാനുഭവത്തിന്റെ, മരണത്തിന്റെ, ഉത്ഥാനത്തിന്റെ രഹസ്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് യേശു ഇന്നും നമ്മുടെ കൂടെ ജീവിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ യേശുവിനെ ഇന്ന് കണ്ടെത്താനുള്ള മാർഗം, യേശുവിനോട് കൂടെ പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ യേശുവിന്റെ വചനം വ്യാഖ്യാനിക്കുമ്പോൾ. അതുകൊണ്ടാണ് അവർ പറയുന്നത്, യേശു വചനം വ്യാഖ്യാനിച്ചപ്പോൾ നമ്മുടെ ഹൃദയം ജ്വലിച്ചു. അപ്പോൾ തിരുവചനത്തിലൂടെ യേശുവിനെ കണ്ടെത്താം, ഉൾക്കാഴ്ച കിട്ടാം, വിശ്വാസം കിട്ടാം. പ്രാർത്ഥനയിലൂടെ യേശുവിനെ കിട്ടും. കൂദാശകളിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിനെ കാണാനുള്ള, ഈ അപ്പത്തിൽ യേശു ഉണ്ടെന്ന് കാണാനുള്ള ഉൾക്കാഴ്ച, ഇതാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ യേശു നൽകുന്ന സന്ദേശം, എമ്മാവു സംഭവം നൽകുന്ന സന്ദേശം. അതോടൊപ്പം തന്നെ മറ്റൊരു തിരിച്ചറിവ് കൂടിയുണ്ടായി.
യേശു പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ജെറൂസലമിൽ വസിക്കണം, കൂട്ടത്തിൽ വസിക്കണം. പക്ഷെ അവർ ദൈവത്തിന്റെ കൽപ്പനകൾ, ആഹ്വാനങ്ങൾ ശ്രവിക്കാതെ സ്വന്തം പദ്ധതി അനുസരിച്ച് പോയി. അവർ അവരുടേതായ കൂടാരങ്ങളിലേക്ക്, സ്വാർത്ഥതയിലേക്ക് പോയി. ഈ തെറ്റ് അവർ മനസ്സിലാക്കുകയാണ്. തെറ്റ് മനസ്സിലായപ്പോൾ, തിരിച്ചറിവ് കിട്ടിയപ്പോൾ ഒരു തിരിച്ചു നോട്ടം, തിരിച്ചു നടത്തം. അവർ തിരിച്ചു പോവുകയാണ്. അവർ തിരിച്ച് ജെറൂസലമിൽ ചെന്നപ്പോഴാണ് 11 ശിഷ്യന്മാരുടെ കൂടെ, മറ്റുള്ള ശിഷ്യന്മാരുടെ കൂടെ അവർ തിരിച്ചെത്തിയപ്പോഴാണ് അവർ ശരിയായ സന്തോഷം അനുഭവിക്കുന്നത്, സമാധാനം അനുഭവിക്കുന്നത്. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു സത്യമായി ഉയർത്തെഴുന്നേറ്റു. ഈ എമ്മാവൂസ് സംഭവം നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്, നമ്മളും ഈ തിരിച്ചുപോക്ക് നടത്തണം. ഈ തിരിഞ്ഞു നോട്ടവും തിരിച്ചറിവും തീരുമാനവും ഒരു തിരിച്ചുപോക്കിലേക്ക് നയിക്കണം. നമ്മുടെ ജീവിതത്തില് എപ്രകാരമാണ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തിന്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചുപോക്ക് നടത്തേണ്ടത്? ഇന്നത്തെ കാലത്ത് ഓരോരുത്തരും അവരുടെ പദ്ധതികളായിട്ട് ഓരോരോ സെക്ടുകളിലേക്ക്, ഓരോരോ വിഭാഗങ്ങളിലേക്ക്, സഭാ വിഭാഗങ്ങളിലേക്ക് എല്ലാവരും പലതും തിരിച്ചു പോകുന്നുണ്ട്. പത്രോസിന്റെ നേതൃത്വത്തിലുള്ള ആ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ പോകാൻ ആ സന്ദേശമാണ് ഈ ഈസ്റ്റർ എമ്മാവൂസ് സംഭവം നമുക്ക് നൽകുന്നത്. ഒരാലയും ഒരു ഇടയനുമാകുന്ന പത്രോസിന്റെ നേതൃത്വത്തിലുള്ള അപ്പസ്തോലന്മാരാകുന്ന അടിത്തറയിലുള്ള യേശുവാകുന്ന മൂലക്കല്ലിൽ പണിയപ്പെട്ട ആ സഭയുടെ കൂട്ടായ്മയിലേക്ക് തിരികെ പോകാൻ, അവിടെ യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ള സത്യം പറയാൻ, അതാണ് ഈ സന്ദേശം, എമ്മാവൂസ് സന്ദേശം നമ്മോട് ആഹ്വാനം ചെയ്തത്. അപ്പോൾ കൂട്ടായ്മയിൽ 2 or 3 പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചുണ്ടായിരിക്കുമെന്ന് പറയുന്ന സഭയുടെ കൂട്ടായ്മയിൽ ജീവിക്കുന്ന ഉയർത്തെഴുന്നേറ്റ യേശുവിനെ നമുക്ക് കണ്ടെത്താനാവും. ആ എമ്മാവൂസ് ശിഷ്യന്മാർ പത്രോസിന്റെ നേതൃത്വത്തിലുള്ള കൂട്ടായ്മയിൽ യേശുവിനെ കണ്ടെങ്കിൽ ഇന്ന് ഈ സഭയിൽ നമുക്ക് കണ്ടെത്താനാകണം. ആ കൂട്ടായ്മയിൽ അവർ പരിശുദ്ധാത്മാവിന്റെ ആവാസം സ്വീകരിച്ചു. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ 2-ാമത്തെ അധ്യായത്തിൽ നാം വായിക്കുന്ന പോലെ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ ജാഗരൂകരായിരുന്ന ഒരു സമൂഹമായി. മത്തായി സുവിശേഷം 25:40 പറയുന്നത് പോലെ ആ സമൂഹം, അവർക്ക് ഒരാത്മാവ്, ഒരു ഹൃദയവുമായിരുന്നു. അവരുടെ ഇടയിൽ ആവശ്യങ്ങളിൽ ഞെരുങ്ങുന്നവർ ആരും ഉണ്ടായിരുന്നില്ല. അവർ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. എളിയവരിൽ ഒരുവന് ചെയ്തപ്പോൾ എനിക്ക് ചെയ്തു തന്നെയാണെന്ന് പറഞ്ഞതുപോലെ. അങ്ങനെയാണെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ ഇന്ന് എമ്മാവൂസ് ശിഷ്യന്മാര് കണ്ടതുപോലെ ഞാനും നിങ്ങളും പുത്രനായ യേശുവിനെ കാണാനുള്ള സന്ദേശമാണ് നമുക്കിന്ന് ഈസ്റ്റർ ദിനം തരുന്നത്. എങ്ങനെയാണ് ഈ ഉയർത്തെഴുന്നേറ്റ് യേശുവിനെ കണ്ടെത്തുക? പ്രാർത്ഥനയിലൂടെ, വചനധ്യാനത്തിലൂടെ, കൂദാശകളിലൂടെ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാനയിലൂടെ, പത്രോസിന്റെ നേതൃത്വത്തിലുള്ള ആ കൂട്ടായ്മയിലൂടെ, ആദിമ ക്രൈസ്തവർക്കുണ്ടായിരുന്ന പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിലൂടെ, ഒപ്പം അവരുടെ ഇടയിൽ പരസ്പരം പങ്കുവെച്ച് ഒരാത്മാവ് ഹൃദയവുമായിരുന്ന, പാവപ്പെട്ടവർ ഉണ്ടായിരുന്നില്ല എന്ന് പറയത്തക്ക വിധത്തിൽ പാവപ്പെട്ടവരെ സഹായിച്ചിരുന്ന ആ സഹായത്തിലൂടെ ഇന്ന് ഉച്ചിതനായ യേശുവിനെ കണ്ടെത്തണം. യേശു ഇന്ന് കുരിശും വഹിച്ചുകൊണ്ട് നമ്മുടെ വീടുകളിലൂടെ, വീഥികളിലൂടെ, ഈ നാട്ടിലൂടെ യേശു നടന്നു പോകുന്നുണ്ട്. ആ യേശുവിന്റെ കുരിശ് യോഹന്നാന്റെ ദർശനത്തിൽ കാണുന്നത് പോലെ അത് പരാജയമല്ല, വിജയമാണ്. കുരിശിന്റെ വഴി 14-ാം സ്ഥലത്തോടെ അവസാനിക്കുന്നതല്ല, അത് മഹത്വത്തിന്റെ ഉത്ഥാനത്തിന്റെ 15-ാം സ്ഥലത്തിൽ എത്തിച്ചേരുന്നതാണ്. ആ കുരിശ് ഉത്ഥാനത്തിലേക്ക് നയിക്കുമെന്ന്, പ്രതീക്ഷയിലേക്ക് നയിക്കുമെന്ന്, യഥാർത്ഥ സമാധാനത്തിലേക്ക് നയിക്കുമെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവായ ദൈവമേ,
നിന്റെ സമാധാനം. കുരിശിന്റെ അപ്പുറത്ത് കിരീടമുണ്ട്, ഉത്ഥാനമുണ്ട് എന്നുള്ള നിന്റെ പ്രതീക്ഷ, നീ എന്നും ഞങ്ങളോട് കൂടി ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞ നിന്റെ വാഗ്ദാനം, അത് ഞങ്ങളിൽ അന്വർത്ഥമാകുവാൻ, അതുവഴി ഞങ്ങൾ ദൈവരാജ്യത്തിന്റെ മക്കളായി ക്രിസ്തുവിന്റെ യഥാർത്ഥ അനുയായികളായി ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവഹിതത്തിന് പൂർണ്ണമായി വിധേയപ്പെട്ടവളെ, യേശുവിന്റെ കുരിശിന്റെ പിന്നാലെ നടന്ന് സഹരക്ഷയായവളെ, ഞങ്ങളുടെ ജീവിതത്തിൽ കുരിശിനപ്പുറമുള്ള യഥാർത്ഥ സന്തോഷം, ത്യാഗം നൽകുന്ന യഥാർത്ഥമായ സ്നേഹത്തിന്റെ അർത്ഥം അത് ബോധ്യപ്പെടുവാൻ അമ്മേ, നീ ഞങ്ങൾക്ക് മധ്യസ്ഥയാകണമേ. ഈ ഉത്ഥാനത്തിന്റെ ദിവസത്തിൽ, ഉയർപ്പ് തിരുനാളിന്റെ ഈ ആഘോഷ ദിവസത്തിൽ, യേശുനാഥ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനിക്കുന്ന എല്ലാവർക്കും നീ പ്രതീക്ഷയും സമാധാനവും നൽകണമേ. പീഡിപ്പിക്കപ്പെടുന്ന ക്രൈസ്തവർക്ക്, സമർപ്പിതർക്ക് നിന്റെ യഥാർത്ഥമായ സന്തോഷവും സമാധാനവും ജീവിത വിജയവും പകർന്നു കൊടുക്കണമേ. കുരിശി രക്ഷയ്ക്ക് കാരണമായതുപോലെ ബംഗാളിലെ പീഡിപ്പിക്കപ്പെട്ട ആ കന്യാസ്ത്രീ തന്റെ ഈ പീഡനം അത് സഭയുടെ നന്മയ്ക്ക് കാരണമാകുമെന്ന് പ്രത്യാശിച്ചതുപോലെ എല്ലാ ക്രൈസ്തവർക്കും തങ്ങളുടെ വേദന അത് രക്ഷയ്ക്ക് കാരണമാകുമെന്നുള്ള പ്രതീക്ഷ പ്രത്യേകിച്ച് പീഡിപ്പിക്കപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് പ്രദാനം ചെയ്തല്ലേ. ഉത്തമ ക്രൈസ്തവരായി, വിശ്വാസമുള്ളവരായി, സഭാംഗങ്ങളായി ജീവിക്കുവാൻ ഞങ്ങളെ ഏവരെയും അനുഗ്രഹിക്കണമേ. ഈ ഉയർപ്പ് തിരുനാൾ ദിവസം നിങ്ങൾക്ക് ഏവർക്കും യേശുവിന്റെ സമാധാനവും ആശംസകളും നേരുന്നതോടൊപ്പം കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങൾക്കേവർക്കും ഹാപ്പി ഈസ്റ്റർ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.